വിശുദ്ധ വേദപുസ്തകത്തിൽ 128 സങ്കീർത്തനമാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ സമയം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. 128 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വേദഭാഗം തൊട്ട് 4-ാമത്തെ വേദഭാഗം വരെ നാം ഒന്ന് ചിന്തിക്കാം, വായിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. മതി, ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ സങ്കീർത്തനം പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ട്. ചിലപ്പോൾ പല ആൾക്കാരും നമ്മളോടൊപ്പം പ്രസംഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ നന്മകളെ നാം അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതൊരു മാതൃകാ കുടുംബത്തിൻ്റെ മനോഹരമായ ഒരു ചിത്രം വെളിപ്പെടുത്തുന്നതാണ് ഈ സങ്കീർത്തനം. ഈ സങ്കീർത്തനം നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും വിജയിക്കുന്ന ഒരു ദൈവഭക്തനായ ഒരു ഭർത്താവുണ്ട്. അതുമാത്രമല്ല, ഭർത്താവിനെ അനുസരിച്ച് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി തൻ്റെ കുടുംബത്തെ നന്നായി പുലർത്തിക്കൊണ്ടുവരുന്ന ഒരു ഭാര്യയുണ്ട്. അതുമാത്രമല്ല, അതിനെ അനുസരിച്ച് ആ മാതാപിതാക്കന്മാരെ ഫോളോ അപ്പ് ചെയ്ത് ഒരു മാതൃകാ കുടുംബമായിട്ട് മുന്നോട്ട് ജീവിക്കുവാനും അപ്പനെ അമ്മയെ ബഹുമാനിച്ച് ദേശത്ത് വാർത്ത് വിശ്വസ്തരായിരിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളുമുണ്ട്. ഒരു നല്ല കുടുംബജീവിതത്തെയാണ് ഒരു മാതൃകാപരമായി നാം കാണുവാൻ കഴിയുന്നത്. നാം ഓരോരുത്തരും ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് അഭിമാനിക്കപ്പെടുന്നവരാണ്. തെറ്റില്ല, നല്ല തന്നെയാണ്. അങ്ങനെ തന്നെ അഭിമാനപരമായി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം നിശ്ചയമായിട്ടും നാം ഓർക്കുന്നു. അതോർത്താൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ മാതൃകാ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? നാം എല്ലാവരും ചിന്തിക്കുന്നത് രസിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആരാധനയ്ക്ക് വന്ന് മീറ്റിങ്ങുകൾ സംബന്ധിച്ച് വല്ലപ്പോഴും ബൈബിളൊക്കെ വായിച്ച്, അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിക്കല്ല, പലരും അങ്ങനെ തന്നെയാണ്. ബൈബിളൊക്കെ വായിച്ച് ക്രമത്തിൽ പോകും, സ്വർഗത്തിൽ പോകും എന്നുള്ളതാണ്. തെറ്റില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ വിചാരങ്ങൾ. പക്ഷെ ഒരു മാതൃകാ കുടുംബത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ആദ്യം സ്ഥാപിച്ചത് കുടുംബത്തെയാണോ സഭയാണോ? ഒന്ന് മറുപടി കൂടെ പറയണം. കുടുംബമാണ്. സഭ രണ്ടാമതാണ്. ഒന്നാമത് ദൈവം ആദ്യം സ്ഥാപിച്ച കുടുംബമാണ്. ഒരു മാതൃകാ കുടുംബത്തെ ദൈവം നിർമ്മിച്ചു. ദൈവം തൻ്റെ ജോലി ചെയ്യുമ്പോൾ ആകാശ പ്രപഞ്ചങ്ങളെ, ഭൂമി ചരാചരങ്ങളെ, സകല ജീവജാലങ്ങളെ, സകലതിനെ ഉണ്ടാക്കി അതിന്മേൽ വാഴുവാൻ നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ആദിമ മനുഷ്യന ആദാമിനെ ഉണ്ടാക്കി. അതിനുശേഷം ഏദൻ തോട്ടം ഉണ്ടാക്കി അവനെ അവിടെ ആക്കി. എന്നാൽ പുരുഷൻ ഏകനായിരിക്കും എന്നല്ല എന്ന് കണ്ട അവന് തക്കതായിരിക്കുന്ന ഒരു തുണ. ഇണയാണോ തുണയാണോ? ഇണ അല്ലേ? തുണ അല്ലേ? പക്ഷെ ഇന്ന് ഇണയാണോ തുണയാണോ? അതുകൂടെ ഒന്ന് പോയിന്റ് ചെയ്ത് കേൾക്കണേ. ഇന്നിൻ്റെ കാലത്ത് വിശ്വാസകോളത്തിൽ ഇണയാണോ തുണയാണോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവിടെ തക്കതായിരിക്കുന്നൊരു തുണയെ ദൈവം ആക്കി വെച്ച് അവരെ ഇരുവരും തോട്ടത്തിലാക്കി. ആ മാതൃകാ കുടുംബം അവരുടെ ജീവിതം വിജയകരമായിരുന്നോ പരാജയമായിരുന്നോ? വിജയകരമായിരുന്നോ പരാജയമായിരുന്നോ? പരാജയമായിരുന്നു. സ്വത്രം പ്രൈസ് ദി ലോർഡ്. അന്ന് ആദിമ മനുഷ്യനായ കുടുംബം ദൈവസന്നിധിയിൽ പരാജയപ്പെട്ടു. ദൈവം അവരെ നിർമ്മിച്ച് അവരെ അനുഗ്രഹകരമായിരിക്കുന്ന തോട്ടത്തിൽ യാതൊരുവിധ കഷ്ടപ്പാടും കൂടാതെ ദൈവത്തെ പോലെ ജീവിക്കുക എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ദൈവവുമായിട്ടുള്ള സംസർഗത്തോടുകൂടി അന്യോന്യം സംസാരിച്ച് മുഖതാവിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യർ പരാജയപ്പെട്ടു. ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും തുണയല്ല, പിന്നെ ഇണയാണ്. ഞാനും കുടുംബജീവിതം നയിച്ച് 28 വർഷത്തോളം ആകുന്നുണ്ട്. ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ച് ഏകദേശം നമ്മുടെ സ്ഥലം സഭയുമായി പങ്കുവയ്ക്കും, പോകുന്ന സ്ഥലങ്ങളിൽ പങ്കുവയ്ക്കും. അതുമാത്രമല്ല, നമുക്ക് ദൈവം നൽകിയ മക്കളുമായിട്ടും അത് പങ്കുവെച്ച് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഇന്ന് വരെ ജീവിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു മാതൃകാ കുടുംബത്തെ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു മാതൃകാ കുടുംബം. ഏതായിരുന്നു ഒരു മാതൃകാ കുടുംബം? ആദാമിനും ഹവ്വയ്ക്കും ശേഷം ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു മാതൃകാ കുടുംബം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം
ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു മാതൃകാ കുടുംബത്തെ കാണാൻ കഴിയുന്നുണ്ട്. ആരാണ്? നോഹയും കുടുംബത്തെക്കുറിച്ചാണ്. ദൈവം ആ കാലഘട്ടങ്ങളിൽ മനുഷ്യന്റെ പാപപ്രവൃത്തി നിമിത്തം ദൈവം വല്ലാതെ വേദനിക്കപ്പെട്ടു. മനുഷ്യനെ നിർമ്മിച്ചത് കൊണ്ട് താൻ വ്യസനിച്ച് ഈ മനുഷ്യരെ നശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ഒരു മനുഷ്യനെ ദൈവം കണ്ടു. അവന് കൃപ ലഭിച്ചു. എന്തുകൊണ്ടാണ് ആ നോഹയ്ക്ക് കൃപ ലഭിച്ചത്? നോഹയുടെ കാലഘട്ടവും ഇന്ന് 2026 ആയിരിക്കുന്നത്. AD 2026 കാലഘട്ടം നോക്കുക. നോഹയുടെ കാലഘട്ടത്തിൽ നോഹയ്ക്ക് ആശ്വസിക്കത്തക്കവണ്ണം ലോകത്തിൽ എന്തെങ്കിലും പ്രതിഫലം ഉണ്ടായിരുന്നോ? മത്തായി സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ നാം കടന്നു ചെല്ലുമ്പോൾ നോഹയുടെ കാലം പോലെ എന്ന് കർത്താവ് പറയുന്നു. കർത്താവിൻ്റെ 2ാമത്തെ വരവിനെ കുറിച്ച് പറയുന്നതാണ് സംഭവിക്കാൻ പോകുന്നത്. നോഹയുടെ കാലം പോലെ എന്താണ്? അവര് വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും തിന്നും കുടിച്ചും അവരുടെ സമ്പത്ത് വർദ്ധിച്ച് മനുഷ്യനല്ലാതെ ജീവിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത്. എന്നാൽ നോഹ ആ കാലഘട്ടത്തിൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിക്കുവാൻ തക്കണം എന്ത് നന്മ അവിടെ ഉണ്ടായിരുന്നു നോഹയുടെ ജീവിതത്തിൽ. നോഹയ്ക്ക് ആരായിരുന്നു അവിടെ സഹായം ഉണ്ടായിരുന്നത്? ഏതെങ്കിലും ഒരു മനുഷ്യനോട് സഹായം ഉണ്ടായിരുന്നോ? നോഹയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ മനുഷ്യരെല്ലാം തിന്നു കുടിച്ച് അന്യോന്യം ദൈവത്തെ പരിഹസിക്കുന്നൊരവസ്ഥയിൽ മൃഗീയമായി, നേരത്തെ പറഞ്ഞോണം, ഇണയാളികളായി, തുണയാളികളല്ല, ഇണയാളികളായി ജീവിക്കുന്നൊരു കാലഘട്ടമായിരുന്നു അന്ന്. അവരുടെ ശരീരത്തിൻ്റെ ഭോഗത്തിന് വേണ്ടി, മനസ്സിൻ്റെ തൃപ്തിക്ക് വേണ്ടി അവർ സകലവിധ ദൈവഹീനമായിരിക്കുന്ന, ദൈവവിരോധപരമായിരിക്കുന്ന സകല പ്രവൃത്തിയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ആർക്ക് കൃപ ലഭിച്ചത്? അപ്പോൾ ഇന്നിൻ്റെ കാലത്ത് നമ്മൾ ജീവിക്കുന്നയോ അന്നിൻ്റെ കാലത്ത് നോഹയുടെ കാലമാണോ എത്ര ഭയങ്കരം? ഇന്ന് ടെക്നോളജിപരമായി എല്ലാ കാര്യങ്ങളും വളർന്നു. സർവ്വസമ്പൂർണ്ണമായി എല്ലാവർക്കും ടെക്നോളജിപരമായിട്ടുള്ള ഐഡിയയും എല്ലാം കിട്ടിയിട്ടുണ്ട്. അന്ന് ഇതൊന്നുമില്ല. ഈ നോഹയെ സഹായിക്കാൻ ആരുമില്ല. 1 പത്രോസ് ലേഖനത്തിൽ നാം കാണുന്നത് നീതി പ്രസംഗിയായ ഒരു നോഹയെ കാണുവാൻ കഴിയും. എന്താണ് കാരണം? സർവ്വലോകത്തെയും ദൈവം ന്യായം വിധിക്കുവാൻ തീരുമാനിച്ചപ്പോൾ കൃപ ലഭിച്ചവനായ നോഹ പെട്ടകം മണിയോടൊപ്പം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ സുവിശേഷം സകല ലോകത്തോടും അറിയിച്ചു. എത്ര കാലം അറിയിച്ചു? 120 വർഷം. 1-2 ദിവസമല്ല. ഇന്ന് 1 ദിവസമോ 2 ദിവസമോ പോകാൻ തന്നെ മനുഷ്യന് മടിയാണ്. അന്നിൻ്റെ കാലത്ത് യാതൊരു നന്മയും ഒരു മനുഷ്യന്റെ ജീവിതത്തിലും ഇല്ലാതിരിക്കുമ്പോൾ സകല മനുഷ്യരും ദുർമാർഗികളും ദൈവവിരോധികളും ദൈവമക്കളെ ഉപദ്രവിക്കുന്നവരുമായിരിക്കുന്ന ആ സമയത്ത് ഈ 120 വർഷം കൊണ്ട് പെട്ടകം പണിയുകയും ചെയ്ത് അതോടൊപ്പം എല്ലാ മനുഷ്യരോടും സുവിശേഷം അറിയിച്ചു. 120 വർഷം. നോഹയ്ക്ക് 480 വയസ്സുള്ളപ്പോൾ തൻ്റെ ജോലി ആരംഭിച്ചു. 600-ാമത്തെ വയസ്സിൽ ആ ജോലി അവസാനിച്ചു. ജലപ്രളയം തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്ന മാതൃകാ കുടുംബത്തിൻ്റെ ആ നോഹ അത് ചെയ്യുമ്പോൾ നോഹയുടെ ഭാര്യ എന്ത് ചെയ്യുമായിരുന്നു? തൻ്റെ ഭർത്താവിനെ യജമാനനെ പോലെ ദൈവത്തെ പോലെ സ്നേഹിച്ച് ബഹുമാനിച്ച് വിശ്വസ്തനും നീതിമാനുമായ ആ മനുഷ്യന്റെ ഭാര്യ എന്ന് വിളിക്കപ്പെടുവാൻ അഭിമാനത്തോടുകൂടി ആ ദൈവത്തെ പിൻപറ്റി പോകുന്ന ഒരു ഭാര്യയെ കണ്ടത്. പിന്നെ അവിടെ 3 ആൺമക്കളെ കാണുന്നുണ്ട്. ഈ ആൺമക്കൾ എവിടെയാണ്? ഞാനിങ്ങനെ ഒന്ന് ഊഹിക്കുവാണ്. ഇന്നിൻ്റെ സ്കൂളിൽ പോകുന്ന കാലഘട്ടം എന്ന് വിചാരിക്കുക. തനിക്കൊത്തിരി സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഈ നോഹ പെട്ടകമണിയോടൊപ്പം സകല ഭവനങ്ങളിലും കടന്നു ചെല്ലുമ്പോൾ നോഹയെ സകലരും ആട്ടിപ്പായിച്ച് പരിഹസിച്ചയച്ച് ഭ്രാന്തനെന്ന് വിളിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പറഞ്ഞ മക്കളുമാർ എത്രത്തോളം അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നിൻ്റെ കാലത്തുള്ള യൗവനക്കാരും മക്കളുമാരും അപ്പന്മാരും സുവിശേഷ വിലയ്ക്ക് പോവുകയോ ഏതെങ്കിലും നിലയിൽ അഭിമാനപ്പെടുവാണെങ്കിൽ ഉപദ്രവിക്കപ്പെടുവാണെങ്കിൽ മക്കൾക്ക് ക്ഷീണമാണ്. ഞാൻ ആ അപ്പൻ്റെ മകനെന്ന് പറയാൻ ക്ഷീണമാണ്, ഭയമാണ്. ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ? എന്നാൽ ആ മക്കളുമാരെന്ന് ആലോചിച്ച് നോക്കി. ആ മക്കളുമാർ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരായി. ഞങ്ങളുടെ അപ്പൻ ഒരു ദൈവമകനാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടെ അപ്പൻ്റെ പെട്ടകം പണി സഹായിച്ച് സുഹൃത്തുക്കളിൽ നിന്നുള്ള സകല പരിഹാസങ്ങളും സഹിച്ചുകൊണ്ട് ഈ അപ്പനെ അനുസരിക്കുന്ന അല്ലെങ്കിൽ അമ്മ ഉപദേശിച്ചു കൊടുത്ത അപ്പൻ പെട്ടകം പണിയുന്നു, അതോടൊപ്പം സുവിശേഷ വിലയ്ക്ക് പോകുന്നു. അമ്മ മക്കളെ നോക്കുന്നു, നന്നായി വളർത്തി ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നു. കുഞ്ഞുങ്ങൾ വളർന്നു.
ഈ അപ്പനും അമ്മയ്ക്കും അനുസരിക്കുന്നവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 30-ാമത്തെ വയസ്സ് വരെ യോസേപ്പിനും മറിയാമ്മയ്ക്കും കീഴടങ്ങിയിരുന്നു. അപ്പനായ യോസേപ്പിൻ്റെ കൂടെ ആശാരി പണിക്ക് പോവുകയും ചെയ്തു. വല്ലതും പറഞ്ഞോ? മറ്റെന്തെങ്കിലും സംസാരിച്ചായിട്ട് രേഖയുണ്ടോ? ഒന്നുമില്ല. 30-ാമത്തെ വയസ്സിൽ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. 33.5 വയസ്സ് വരെ ആ ശുശ്രൂഷ കൃത്യമായി ചെയ്തു. തൽഫലമായി ഇവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞ് നോഹയുടെ പുത്രന്മാർ വിവാഹിതരായി തീർന്നു. വേറെ ഭവനത്തിൽ നിന്ന് 3 സഹോദരിമാർ വന്നു ഈ ഭവനത്തിലേക്ക്. ഈ നോഹയുടെ കുടുംബമായി യാതൊരു ബന്ധവുമില്ലാത്തവർ 120 വർഷം എന്ന് പറയുമ്പോൾ ഇതിനിടയ്ക്കായിരിക്കണമല്ലോ കല്യാണം കഴിച്ചത്, അല്ലെങ്കിൽ അതിന് മുമ്പായിരിക്കണമല്ലോ. അപ്പോൾ ഈ പണി ആരംഭിക്കുന്നതിന് മുമ്പ് ഈ സഹോദരിമാർ അവരുടെ വീടുകളിലായിരുന്നു. ദൈവത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ റൂത്തിൻ്റെ പുസ്തകത്തിൽ ഒരു നവോമിയുണ്ട്, ഒരു കഥാപാത്രം. മോവാബ് ദേശത്ത് നിന്നും തൻ്റെ ദേശത്തേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുമ്പോൾ തന്നോടൊപ്പം തൻ്റെ ഭർത്താവും മക്കളുമാരും മരിച്ചുപോയി. എന്നാൽ അവരുടെ മരുമക്കളായിരിക്കുന്ന റൂത്തും ഓർപ്പയും അവർക്ക് ദൈവം എന്താണെന്ന് അറിയില്ല, ദൈവഭയം എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ ഈ അമ്മാവിയമ്മയുടെ പറ്റിച്ചേർന്ന് നിന്ന് അമ്മാവിയമ്മയുടെ ദൈവത്തെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് നിന്ന റൂത്തിനെ നമുക്കറിയാമല്ലോ. ആ റൂത്ത് അമ്മാവിയമ്മയോടൊപ്പം വന്നു എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഓർക്കണം. ഈ പറഞ്ഞ നോഹയുടെ പുത്രന്മാരുടെ ഭാര്യമാർ ഈ വീട്ടിൽ വന്നപ്പോൾ എങ്ങനെയാണ് ഈ നോഹയുടെ മരുമക്കൾ ഇത്ര വലിയ വിശ്വാസത്തിൽ ആ പെട്ടകത്തിൽ കടന്നത്? ദേശത്ത് അനേകരില്ലായിരുന്നോ? അന്യഭവനങ്ങളിലുള്ള 3 സഹോദരിമാർ ആ ഭവനത്തിൽ വരുമ്പോൾ അവർക്ക് ഈ ദൈവത്തെ വേണമെന്ന് പറയുവാൻ തക്കവണ്ണം എന്താണ് അവിടെ സംഭവിച്ചത്? ഈ അപ്പൻ തൻ്റെ ഭാര്യയെ അതുപോലെ സ്നേഹിച്ചു ബഹുമാനിച്ചു, ദൈവഭയത്തിൽ കണ്ടു ബഹുമാനിച്ചു. ഈ അമ്മ തൻ്റെ മക്കളുമാരെ ദൈവഭയത്തിൽ അനുസരണമുള്ള മക്കളായി തന്നെ വളർത്തി. ആ മക്കൾ തൻ്റെ ഭാര്യമാരോട് എൻ്റെ അപ്പനും അമ്മയും ഒരു ദൈവദാസനാണ്, ദൈവദാസിയാണ്, അവർ ഞങ്ങളെ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്, ദൈവ വഴികളിലാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്കും മനസ്സുണ്ടെങ്കിൽ ഈ ജീവനുള്ള ദൈവത്തെ അനുഗമിക്കണം എന്ന് അവർ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. ഉദാഹരണത്തിന്, ദൈവം ഏദൻ തോട്ടം ഉണ്ടാക്കി അതിൽ ആദാമിനെ ആക്കുമ്പോൾ ദൈവം ചില കൽപ്പനകൾ കൊടുത്തു. ഹവ്വായുടെ കൽപ്പന കൊടുത്തായിരുന്നോ? ആ ഹവ്വ ജനിക്കുന്നതിന് മുമ്പാണ് ദൈവം ആദാമിന് കൽപ്പന കൊടുക്കുന്നത്. ദൈവം ഹവ്വായോട് സംസാരിച്ചിട്ടില്ല. പക്ഷെ ദൈവം ആദാമിനോട് സംസാരിച്ച കാര്യമെല്ലാം ആർക്കറിയാം? ഹവ്വായ്ക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് തോട്ടത്തിന് പുറത്തായിരുന്ന പിശാച് പാമ്പിൽ കൂടെ തോട്ടത്തിനകത്ത് കടന്ന് ചില തന്ത്രങ്ങൾ ഉപയോഗിക്കപ്പെട്ടപ്പോൾ ആ തന്ത്രങ്ങളുടെ മറുപടി ദൈവം പറഞ്ഞ എല്ലാ വാക്കും ഈ ഹവ്വ അവിടെ പാമ്പുമായി സംസാരിക്കുന്നുണ്ട്. ഇന്ന് അനേക സ്ഥലത്ത് തോട്ടത്തിന് പുറത്തായിരുന്ന പാമ്പുകൾ സഭയ്ക്കകത്തും ഭവനത്തിനകത്തും ഉണ്ട്. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പോൾ ഇത് സംസാരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ നോഹയുടെ പുത്രന്മാർ തൻ്റെ ഭാര്യമാരുടെ അപ്രകാരം അത് പറയുകയും റൂത്തിനെ പോലെ വിശ്വാസമുള്ള ഭാര്യമാർ, അനുസരണമുള്ള ഭാര്യമാർ, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ദൈവത്തെ കൂടാതെ എനിക്ക് ജീവിതമില്ല, മരിക്കേണ്ടി വന്നാലും നിന്റെ ദൈവത്തെ വിട്ട് ഞാൻ സഞ്ചരിക്കത്തില്ല എന്ന് പറഞ്ഞ് ഒരുമിച്ച് നിന്ന് തൽഫലമായി എന്ത് സംഭവിച്ചു? ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം അവിടെ ഉത്ഭവിക്കപ്പെട്ടു, സ്ഥാപിതമായി. ആ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം മാത്രമേ എന്ത് ചെയ്തോളൂ? രക്ഷിക്കപ്പെട്ടുള്ളൂ. ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടവർ 8 പേര്, കേവലം 8 പേര്. ബാക്കി എല്ലാവരും, ലോകത്തുണ്ടായ സകല മനുഷ്യരും ദൈവ കോപാഗ്നിയിൽ തകർന്നു പോയി. പ്രിയപ്പെട്ടവരെ, ഞാനത് ഓർമ്മിപ്പിക്കുന്നത് ഇവിടെ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വിശുദ്ധിയിൽ ജീവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെക്കുറിച്ചാണ്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അനേക ഭാഗ്യവാന്മാരുണ്ട്. നമ്മളൊക്കെ ചിലരെയൊക്കെ നീ ഭാഗ്യവാനാടാ, സഹോദരി നിങ്ങൾ ഭാഗ്യവരാ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമുക്ക് ലോകത്തിൽ എല്ലാവിധ നന്മകളും കിട്ടിയതുകൊണ്ടോ? എന്നാൽ
നീ കർത്താവിനെ അനുസരിച്ച് കർത്താവിൻ്റെ വിശുദ്ധിയിൽ നടക്കുന്നു. ഇങ്ങനൊരു ഭാഗ്യം നിനക്ക് കിട്ടി. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ, സംസാരിക്കുവാൻ, നീ പോകുന്ന സ്ഥലത്തൊക്കെ കർത്താവിനെ ഏറ്റുപറയുവാൻ നിനക്ക് ലഭിച്ച കൃപ അതൊരു ഭാഗ്യം തന്നെയാണ് സഹോദര എന്ന് പറയുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയാറുണ്ട്, അന്യോന്യം സഹോദരന്മാരെ സ്നേഹിക്കുന്നവർ കഴിയുന്നുണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗ്യം അതാണ്. ഈ ഭാഗ്യം നശിക്കുന്നതല്ല, നിലനിൽക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ഭാഗ്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ അനുഭവങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നോഹയുടെ കുടുംബം പോലെ നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടണം. നോഹയുടെ കാലഘട്ടത്തിൽ നോഹ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ ഇന്നിൻ്റെ കാലത്ത് എനിക്ക് നിങ്ങൾക്കും അത് സാധ്യമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും സകലതും എനിക്ക് തന്നിരിക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ട് എൻ്റെ കർത്താവിനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അനുസരിക്കുന്നില്ല? താഴോട്ട് ചില ഭാഗങ്ങൾ വരുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക, ചിന്തിച്ചു നോക്കുക. നമുക്ക് കാണാൻ കഴിയുന്ന 32-ാമത്തെ സങ്കീർത്തനത്തിൽ 1-2 വേദഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണെന്നറിയോ? ലംഘനം ശ്രമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്നവൻ ഭാഗ്യവാൻ. ഞാൻ നിങ്ങളും അതിലുണ്ടോ എന്ന് നോക്കണം. എങ്കിലും ഞാൻ ഒടുവിലൊരു വർത്തമാനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ പൂർണ്ണമാവുകയുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വിശ്വാസ കുടുംബത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്, പുറത്തുള്ള അവിശ്വാസികളെ കുറിച്ചിട്ടല്ല. ഈ സഭാ ഹാളിനകത്തിരിക്കുന്ന വിശുദ്ധ മേശയിൽ പങ്കെടുത്ത കാൽവരി സകല ലോക മനുഷ്യന്റെ പാപത്തിന്റെ പകരക്കാരനായി ശരീരം പൂർണ്ണമായി തകർക്കപ്പെട്ട് തന്റെ അവസാനത്തിന്റെ രക്തം വരെ ഊറ്റിക്കൊടുത്ത് ലെവലേശം ലജ്ജ കൂടാതെ സകല മനുഷ്യന്റെ മുമ്പിലും പരിഹാസിതനായി തീർന്ന യേശു ക്രിസ്തുവിന്റെ ശരീര രക്ത അനുഭവങ്ങളിൽ കർത്താവിന്റെ വരവ് വരെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ പറഞ്ഞ് അതിൽ ഭാഗവാക്കായി തീർന്നവരോട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഏതെങ്കിലും നിലയിൽ ഒരു പ്രതിഫലം പറ്റുമെന്ന ആളല്ല, അങ്ങനെ ധരിക്കരുത്. ക്രിസ്തുവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മൾ പ്രസംഗിക്കുന്നത്, ഇവിടെയുള്ള ദൈവമക്കൾ ആരും നരകത്തിൽ പോകരുത്, നശിച്ചു പോകരുത്, ഭൂമിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷാവിധി അനുഭവിക്കരുത് എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇവിടെ പറഞ്ഞ് ലംഘനം ശ്രമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയാണോ? നമ്മുടെ ജീവിതത്തിൽ ലംഘനം ശ്രമിച്ച് പാപം മറച്ചു കിട്ടിയോ? പരിശോധിക്കുക. അങ്ങനെ പാപം മറച്ചു കിട്ടിയവർക്ക് മാത്രമേ എവിടെ പോകാൻ കഴിയുള്ളൂ? സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പിന്നെ അടുത്ത നമുക്ക് കിട്ടുന്നത് ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്നതും ഭാഗ്യമാണ്. നമ്മളിൽ എത്ര പേർക്ക് ആത്മാവിൽ കപടമില്ല? എവിടെല്ലാം കപട സ്വഭാവം കാണിക്കാറുണ്ട്? എത്രയെത്ര ഞാൻ ബ്രദറുകാരിൽ പറയുന്ന അനേക ആയിരക്കണക്കിന് ആൾക്കാർ എനിക്കറിവുള്ളവരാണ്. ഞാനും ഒരുപാട് വേദനിക്കപ്പെട്ടിട്ടുണ്ട്. ആരുടെയെങ്കിലും കൈനീട്ടം വാങ്ങിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല, സുവിശേഷ പ്രവർത്തനങ്ങളിൽ സത്യത്തിൽ നടക്കുന്നത് കൊണ്ട് അനേകമായി വേദനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ആരോടൊന്നും പറയാറില്ല. കാരണം എന്നെ വിളിച്ചതും രക്ഷിച്ചതും ഇവരാരുമല്ല, എന്നെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലേക്ക് ഇരുത്തിയിരിക്കുന്നതും ഇവരാരുമല്ല, എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം തന്നത് ഇവരാരുമല്ല. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് വിശുദ്ധ വേദപുസ്തകം തന്നെ. പത്രോസ്ലേഖനം വായിക്കുന്ന നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ? അത്രയാണ് ഇവിടെ നമ്മൾ കണ്ട ആ വക. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കപടമില്ലാത്തവരാണോ? ഞാൻ ആരെയും വിധിക്കാൻ ആളല്ല, നമ്മളെ പരിശോധിച്ച് നോക്കുക. നമ്മൾ കപടമില്ലാത്തവരാണെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. വരും ദിവസങ്ങളിൽ ആ നന്മകളെ നമുക്ക് അനുഭവിക്കാം. ഇനി നമുക്ക് വേറെ ഭാഗം 119-ാമത്തെ സങ്കീർത്തനത്തിലെ 1 തൊട്ട് 3-ാമത്തെ വരെ ഭാഗം വരെ ഒന്ന് വേഗത്തിൽ വായിച്ചു പോകണം. മതി. ഇവിടെ കണ്ടത് അടുത്ത ഒരു സങ്കീർത്തന വാക്യമാണ്. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായ ഒരു ഭാഗ്യവാന്മാർ. ആണോ? എവിടെയാണ് നിഷ്കളങ്കത കാണിച്ചത്? ആരോടാ കാണിച്ചത്? ആ നിഷ്കളങ്കത നിമിത്തം എത്ര പേര് നിങ്ങൾ ക്രിസ്ത്യാനിയാന്ന് അറിഞ്ഞു? എത്ര പേര് നിങ്ങളിൽ നിന്ന് സുവിശേഷം കേട്ടു? ക്രിസ്തുവാകുന്ന സത്യം, ക്രിസ്തുവാകുന്ന സ്നേഹം, ക്രിസ്തുവാകുന്ന ജീവൻ നിങ്ങളിൽ നിന്ന് എത്ര പേര് കണ്ടു? നിങ്ങളായിരിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ എനിക്ക് പറയാൻ അഭിമാനമുണ്ട്.
ഞാൻ മധുരയിൽ പോയപ്പോഴും ആദ്യത്തെ ആഴ്ച എൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നുള്ള വെളിപ്പെടുത്തലായിരുന്നു. തൊട്ടടുത്ത നിമിഷങ്ങളിൽ ഡിസംബർ മാസത്തിലേക്ക് ലോകരുടെ ക്രിസ്മസ് വന്നു. ഉടനെ അവരെല്ലാം സന്തോഷം, നമുക്കൊരു ക്രിസ്ത്യാനിയെ കിട്ടിയിട്ടുണ്ടല്ലോ, ഇനി നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാൻ വേറെ ആൾ വേണ്ട. എന്നെ ഒന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു നടക്കിയല്ല. എന്താ കാര്യം? അതിൻ്റെ കാര്യം വിശദീകരിച്ച് കൊടുത്തു. അവരോടെല്ലാം സുവിശേഷം പറഞ്ഞു. അതുകൊണ്ട് 2026 വന്നപ്പോഴത്തേക്ക്, അല്ല 25 വന്ന് 26 വന്നപ്പോഴത്തേക്ക് പുൽക്കൂടും ഇല്ല, ക്രിസ്മസും ഇല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു ഓർമ്മിക്കുന്നത്, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവൻ നിഷ്കളങ്കനായിരിക്കണം, കളങ്കമില്ലാത്തവനായിരിക്കണം, പാപമില്ലാത്തവനായിരിക്കണം, ക്രിസ്തുവിൻ്റെ ആലയമായിരിക്കണം, കർത്താവ് അവനിൽ ജീവിക്കുന്നവനാകണം. രണ്ടാമത്, അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അന്വേഷണം തീർന്നിട്ടില്ല കേട്ടോ. ഇപ്പോഴും നമ്മൾ വചനം മറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അനേക ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ അത് കേട്ട് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. വിദ്യാർത്ഥികളായതുകൊണ്ട് ചിലപ്പോൾ സംശയങ്ങളൊക്കെ ചോദിക്കണം, എങ്ങനെ അങ്ങനെയുള്ളവർക്ക് വളർച്ചയുള്ളത്. അപ്പോൾ അന്വേഷിച്ച് ഇന്നലെ എൻ്റെ ജീവിതത്തിൽ എന്ത് കുറവുണ്ടായിരുന്നോ ഇന്ന് ഞാൻ അത് പരിഹരിച്ച് ഇന്നലത്തെ കുറവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതെ നാൾക്ക് നാൾ ചെയർകേസിൽ നിന്ന് താഴോട്ടല്ല ഇറങ്ങണ്ട. പിന്നെ കർത്താവ് പറഞ്ഞെന്തുവാ, ഞാൻ ലോകത്തിനും സ്വർഗത്തിനും ഒരു ഷെയർകേസ് ഉണ്ടാക്കി, ഒരു ഗോവാണി ഉണ്ടാക്കിയിട്ടുണ്ട്. മേലോട്ട് കയറണോ താഴോട്ട് ഇറങ്ങണോ? ബൈബിളിൽ ചില ഭാഗത്തുണ്ട് ദൂതന്മാർ കയറി ഇറങ്ങുന്നത്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് കയറി ഇറങ്ങാൻ പറ്റുമോ? നമുക്ക് കയറി ഇറങ്ങാൻ പറ്റുമോ? ഇല്ല. നമുക്ക് കയറാനേ പറ്റൂ, ഇറങ്ങാൻ പറ്റത്തില്ല. ഓരോ ദിവസം നമ്മുടെ ജീവിതം, ഇന്നലെ കഴിഞ്ഞു പോയ ജീവിതം ഇന്ന് കിട്ടത്തില്ല, ഇന്ന് കഴിഞ്ഞു പോയ നാളെ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഓരോ സ്റ്റെപ്പ് ക്രിസ്തുവിൻ്റെ വചനത്താൽ വളർന്ന് മായമില്ലാത്ത പാല് കുടിച്ച് കട്ടിയ ആഹാരം കഴിച്ച് കർത്താവിൽ അവൻ്റെ തലയോളം വളരുന്നവരായിട്ട് തീരണമെന്നാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മൂന്നാമത് കണ്ടത് എന്നറിയുമോ? അവർ നീതികേട് പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ നടക്കുന്നു. ഇന്ന് സർക്കാർ ജോലിക്കാരും അല്ലാത്തവർക്കും എന്തുവാ? അനീതിയെ കാണിക്കും. പേരെന്തുവാ? വിശ്വാസി, ബ്രദറുകാരൻ. വായി വന്നേക്കെ വിളിക്കുകയും ചെയ്യും, കൈക്കൂലി വാങ്ങാൻ പറ്റും വാങ്ങിക്കും, കള്ളത്തരം പറയും. എവിടെ പോവാന്ന് ചോദിച്ചാൽ അവിടം വരെ പോവാം. ഓൾറെഡി ആൾ ഗൾഫിലോ അല്ലെങ്കിൽ ബോംബെയിലോ എവിടെയെങ്കിലും പോകായിരിക്കും. എന്തുണ്ട് സഹോദര വിശേഷം? അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പല വിശേഷങ്ങളും വേറെ ഉണ്ട്. ഇതൊന്നും സഹോദരങ്ങളോട് ഷെയർ ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആദ്യത്തെ സഭ കൂടി വന്നപ്പോൾ അതിനുശേഷം ദൈവമക്കൾ എന്താ അവിടെ ചെയ്തെന്ന് ക്രമത്തിലൊന്ന് വീട്ടിൽ പോയിരുന്നൊന്ന് പഠിക്കണം. ആ സഹോദരങ്ങളെല്ലാം അന്യോന്യം എന്താ ചെയ്തതെന്ന്. ഇവിടെ നമ്മൾ കണ്ടെന്ന് അവൻ്റെ വഴികളിൽ നടക്കുന്നു എന്നുള്ള കാര്യമോ? നീതികേട് പ്രവർത്തിക്കാതെ. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നീതികേട് ചെയ്യാനാ? കള്ളം പറയാനാ? കൈക്കൂലി വാങ്ങിക്കാനാ? ഉണ്ടായിട്ടില്ലെന്ന് പറയാനാ? ഒരപ്പം മുറിക്കുന്ന പാനപാത്രം കൊണ്ട് സഹോദരൻ രോഗിയെ കിടക്കുമ്പോൾ വിശന്നിരിക്കുമ്പോൾ അവനെ പോയി കാണാൻ പ്രാപ്തി ദൈവം തന്നപ്പോൾ പോയി കാണാത്തതാ? കൊടുക്കാത്തതാ? കൊടുക്കും. എങ്ങനെ? ആളും തരം നോക്കി വേർതിരിവ് ഇല്ലേ? ധനവാന്റെ വീട്ടിൽ അടക്കം പോലെയാണ്. പക്ഷപാതം. അങ്ങനെയല്ല ദൈവം നമ്മളിന്ന് ആഗ്രഹിച്ചത്. എന്നിട്ട് പറയുന്നത്, നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ നാം നമ്മുടെ ജീവിതത്തിൽ ആ നിലയിൽ കർത്താവിനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നതിന് മുഖാന്തരമാകുന്നു. ദൈവം പറയുന്നത് അനുസരിക്കാതെ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ എങ്ങനെ നിറവേറ്റാൻ കഴിയും? ദൈവം പറയുന്നത് അനുസരിക്കാതെ കർത്താവിനെ എങ്ങനെ ആരാധിക്കാൻ പറ്റും? ദൈവത്തെ ഭയപ്പെടുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ആയിരിക്കുന്ന കൽപ്പനകളൊന്നും അനുസരിക്കാറില്ല. ഉറങ്ങല്ലേ? ദൈവം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നാം എല്ലാവരും ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ദൈവം പറയുന്ന ഒരു കാര്യവും അനുസരിക്കാറില്ല. ഉണ്ടോ? നിങ്ങൾ തിരിക്കണം. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ആരാധനയ്ക്ക് വന്നു, കത്രുമേശ എടുത്തു, പിന്നെ പ്രാർത്ഥന കൂടി ഒരു പ്രയോജനമുണ്ട് സഹോദരങ്ങളെ. അത് പള്ളിക്കാരും ചെയ്യുന്നുണ്ട്, അമ്പലക്കാരും ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും ഈശ്വര വിശ്വാസികളാണ്.
അപ്പോൾ നമ്മളും അവരെ പോലെ ജഡീകന്മാരായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ യഥാർത്ഥ ആരാധന എവിടെയാണ്? ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടന്ന് അവനെ പ്രസാദിപ്പിച്ച് അവൻ്റെ സത്യം പ്രവർത്തിക്കുന്നത് എവിടെയാണ്? സഭകളിലാണോ? അല്ല. കുടുംബത്തിൽ ഒന്നാമത് മക്കളും മരുമക്കളും അപ്പനും അപ്പൂപ്പനും എല്ലാം ഒരുങ്ങി ഒരു കുടുംബത്തിൽ ആരംഭിച്ചിട്ട് സർവ്വലോക മനുഷ്യന്റെ മുമ്പിലാണ്. കർത്താവിനെ അറിയാത്ത ജാതികളുടെ മുമ്പിൽ ക്രിസ്ത്യാനിയായിട്ട് വേർപെട്ട് നടക്കുന്നത് എന്ന് വെച്ചാൽ അവരോട് സംസാരിക്കരുതെന്നോ സ്നേഹിക്കരുതെന്നോ കഴിക്കരുതെന്നോ കുടിക്കരുതെന്നോ അല്ല. അവരുടെ വിശുദ്ധിയിൽ ജീവിക്കണം എന്നല്ല പറഞ്ഞത്. കർത്താവിൻ്റെ വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ വിശുദ്ധീകരണം അവർക്ക് കാണിച്ചു കൊടുക്കണം. അവിടെയാണ് ആരാധന. അതിൻ്റെ ഫലങ്ങളുമായിട്ടാണ് ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം ഇവിടേക്ക് വരുന്നത്. ഇവിടെ വന്ന് അപ്പം മുറിച്ച് പാനപാത്രം ആരാധനയല്ല. ആരാധന തുടങ്ങുവാണ് ഇവിടെ. അടുത്ത ശനിയാഴ്ച രാത്രിയിൽ ആരാധന അവസാനിക്കുവാണ്. അന്നന്ന് നമ്മുടെ കർത്താവിൻ്റെ സന്നിധി രാത്രിയിൽ ഒരുമിച്ച് നാം വ്യക്തിപരമായിട്ട് നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നാളത്തെ പ്രഭാതം കർത്താവ് എനിക്ക് തരുമോ എനിക്കറിയില്ല, എന്നാൽ ഞാൻ ഈ ശരീരത്തിൽ നിന്ന് എൻ്റെ പ്രാണൻ പോകും, ഇല്ലെങ്കിൽ അങ്ങ് മധ്യകാശത്ത് വരും. 2000 അവിടുത്തെ കാഹള ശബ്ദം കേൾക്കുവാൻ എന്നെ അവിടുന്ന് അനുവദിക്കണം. ഏതെങ്കിലും വിധത്തിൽ അയോഗ്യമായ എൻ്റെ പ്രവൃത്തികൾ, അവിടുത്തെ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പാപം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ച് ഞാൻ നീതീകരിക്കപ്പെട്ടവരായി ഇന്ന് രാത്രി ഉറങ്ങുവാൻ അവിടുന്ന് സഹായിക്കണം. നാളത്തെ പ്രഭാതം ഞാൻ എഴുന്നേൽക്കുവാൻ അങ്ങനെ അനുവദിക്കുന്നുവെങ്കിൽ അവിടുത്തെ വിശുദ്ധിയിൽ ജീവിപ്പാൻ, അവിടുത്തെ സത്യത്തിൽ നടപ്പാൻ, അങ്ങേ ആരാധിപ്പാൻ കൊണ്ട് എന്നെ സഹായിക്കണമെന്നാണ് നമുക്ക് പറയുവാൻ കഴിയേണ്ടത്. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളതാണ് കാണുകൊണ്ടിരുന്നത്. ഇവിടെ യിരെമ്യാവിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിന് 33-ാമത്തെ വേദഭാഗം ഇങ്ങനെ കാണുന്നുണ്ട്. അവിടെ യഹോവയായ ദൈവം പറയുന്നത്, എൻ്റെ വാക്ക് കേട്ടാൽ ഞാൻ നിങ്ങൾക്ക് ദൈവം, നിങ്ങൾ എനിക്ക് ജനവും ആയിരിക്കും. എൻ്റെ വാക്ക് കേട്ടാൽ ഞാൻ നിങ്ങൾക്ക് ദൈവവും, നിങ്ങളെനിക്ക് ജനവും ദൈവമക്കളുമായിരിക്കും. ഒരപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. ഞാൻ നിങ്ങൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായി ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരാണെങ്കിൽ ഞാൻ ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. ഈ കർത്താവിൻ്റെ വചനങ്ങൾ, വാക്കുകൾ ദിനം പ്രതി കേട്ട് അതനുസരിച്ച് ജീവിപ്പാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരാണ്. അത് ചെയ്യുന്നെങ്കിൽ മാത്രമേ ഞാൻ ദൈവത്തിൻ്റെ മകനെന്ന് പറയുന്നുള്ളൂ, ഇവിടെ എൻ്റെ ജനമെന്ന് പറയുന്നുള്ളൂ, ഞാൻ നിങ്ങളുടെ ദൈവമാണെന്ന് പറയാൻ കഴിയത്തുള്ളൂ. യിരെമ്യാവ് വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വേദഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, മുൻപോട്ട് പോകണമല്ലോ. പിന്നെ നമുക്ക് കാണും 34-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വേദഭാഗം തൊട്ട് 14-ാമത്തെ വേദഭാഗം വരെ ഒന്ന് ചിന്തിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. 34-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 11 തൊട്ട് 14 വരെ. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെ, വ്യാജം പറയാതെ നിന്റെ അതിർത്തെ കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. മതി. ഇവിടെ നമുക്ക് എന്താണെന്നോ, അവിടെ ഒരു അപ്പനും മക്കളുമുള്ള റിലേഷൻ. അപ്പൻ മക്കളോടെ പറയുവാണ്. എന്താ പറഞ്ഞത്? മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം. നിങ്ങൾ എങ്ങനെ ജീവിക്കണം, എന്ത് പറയണം, എന്ത് ചെയ്യണം, എവിടെ ഇരിക്കരുത്, എവിടെ ഇരിക്കണം, എവിടെ കിടക്കണം, എന്ത് കഴിക്കണം, കുടിക്കണം, ഒക്കെ എവിടെ യാത്ര ചെയ്യണം, ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ആരെങ്കിലും ആലോചന ചോദിക്കാറുണ്ടോ? എന്നിട്ട് പറയുന്നുണ്ട്, തമ്പാനൂർ സ്റ്റേഷനിൽ പോയാൽ പല സ്ഥലത്തേക്കുള്ള ബസ് കിടപ്പുണ്ട് അല്ലേ? ഒരുപാട് ബസ് കിടപ്പുണ്ട്. നമ്മൾ ഈ ബസ്സുകളെല്ലാം തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ബോർഡ് നോക്കും. ഇതുപോലെ തന്നെ ബ്രദറുകാരൻ, IPC-കാരൻ, മാർത്തോമക്കാരൻ, ചർച്ച് ഓഫ് ഗോഡുകാരൻ എന്നതുപോലെ ഉള്ളൂ. എന്നോട് വിരോധം തോന്നിയിട്ട് കാര്യമില്ല, എനിക്ക് പ്രശ്നമല്ല. പക്ഷെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെയല്ല, ഒറ്റപ്പേരാ. എന്താ? ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാവുണ്ട്. ഞാൻ ദൈവമകനാണ്, എൻ്റെ ഉടമസ്ഥൻ എൻ്റെ കർത്താവാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പോവും, നിശ്ചയമായി പോവും. എന്നെ ആര് തടഞ്ഞാലും ഞാൻ പോവും, യാതൊരു സംശയമില്ല, ഞാൻ പോവും. എല്ലാവരും ചോദിക്കും, നാളെ വരുമോ? ദൈവം അനുവദിച്ചാൽ കാണാം. ഇന്ന് വരെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. എപ്പോൾ ആരെന്ത് ചോദിച്ചാലും
ഞാൻ വരാം, ഞാൻ ചെയ്യാം, ഞാൻ അവിടെ ഓരോരുത്തർക്കും വാക്ക് കൊടുത്തിട്ടില്ല, കൊടുക്കത്തുമില്ല. അത് കുറച്ചുള്ള കോട് മതി. അതുകൊണ്ട് എനിക്ക് ഇന്നേ വരെ നഷ്ടമല്ല മറിച്ച് ലാഭമുള്ളത്. എല്ലാം കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചവരൊക്കെ നശിച്ചല്ല, ഞാൻ നശിച്ചിട്ടില്ല. അവരൊക്കെ രോഗികളും ക്ഷീണിതരും പലവിധ പ്രശ്നങ്ങളാണ്. ഞാൻ അവർക്കൊന്നും ദോഷത്തിനാ പ്രാർത്ഥിച്ചിട്ടില്ല, നന്മയ്ക്കാതെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം ക്ഷീണിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് മക്കളെ വന്ന് എനിക്ക് ചെയ്തു തരും, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടെന്ന് ദീർഘായുഷ്ഷിക്കുകയും ചെയ്യുന്നവൻ ആർ? ദൈവത്തിൻ്റെ ഉപദേശം തേടുന്നവരൊക്കെ എന്തുണ്ട്? എന്തുണ്ട്? ദീർഘായുസുണ്ട്. നമ്മളൊക്കെ 50, 30, 40 പോകാനുള്ളതല്ല. ചിലപ്പം ദൈവം അതിലപ്പുറം നിർത്തും. നിന്റെ തലമുറകൾ, അനേക തലമുറ, 3, 4 തലമുറകൾ അനുഗ്രഹിക്കപ്പെടാതെ കാണുമെന്നാണ് ദൈവ വാഗ്ദാനം. പിന്നെ അതിനു മുമ്പ് എന്തുകൊണ്ടാണ് പലരും പോകുന്നത്? അതിനു മുമ്പ് എന്താ പോകുന്നത്? 1 കൊരിന്ത്യർ 11 എടുക്കണ്ട, എല്ലാവർക്കും അറിവുള്ളത് എന്താണ്? അയോഗ്യമായ അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവർക്കെയും അവൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. പിന്നെ അവൻ രോഗിയാവും. എന്തൊരു രോഗിയാ? പനിയും തലവേദനയല്ല, പിന്നെ നിത്യരോഗിയാവും. പിന്നെ പെല്ല അങ്ങ് കിടക്കും, മരിക്കും. നാളെ ഞാനും പോവാം. 2 ഉണ്ട്. യാക്കോബിൻ്റെ ലേഖനം പറയുന്ന പരിശോധന 2 ഉണ്ട്. മോഹങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട്, വിശ്വാസത്താൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ചിലർ ചോദിക്കും എന്തുകൊണ്ടാണ് ചിലരൊക്കെ നേരത്തെ പോയത്? അവർ വിശ്വാസത്താൽ ഉപദ്രവിക്കപ്പെട്ട് രക്തസാക്ഷികളായതാ. അല്ലാതെ എൻ്റെ കളപ്പുറ കൂട്ടി വെച്ച് കളപ്പുറ പൊളിച്ച് പണിഞ്ഞിട്ട് കുത്തിരുന്ന് തിന്നു പിടിച്ച് ആനന്ദിക്കാതിരിക്കുന്ന എല്ലാവരും ചെയ്തത്. സുവിശേഷത്താൽ ഉപദ്രവിക്കപ്പെട്ടവരാണ്, കൊല്ലപ്പെട്ടവരാണ്. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൃപ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഭാഗത്ത് മുമ്പോട്ട് പോകണമല്ലോ. ഇവിടെ നമ്മൾ കണ്ട വേദഭാഗത്തിൽ വ്യക്തമായിട്ട് നമ്മെ പല കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് സദൃശ്യവാക്യങ്ങളുടെ 8-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യം, സദൃശ്യവാക്യക്കാരൻ എന്താ പറഞ്ഞു നോക്കിയ? സലോമോൻ, എന്നെ മാനിക്കുന്നവന് ഞാനും മാനിക്കും. ഒരു സംശയമില്ല, കർത്താവാ പറഞ്ഞത് എന്നെ മാനിക്കുന്ന ഞാനും മാനിക്കും. ഇന്ന് അനേകരും മാനിക്കപ്പെടാതെ പോകുന്ന കാരണം എന്താണ്? പോകുന്ന സ്ഥലത്ത് ഞാനൊരു വേർപാടുകാരനോ ക്രിസ്തു വിശ്വാസിയോ ക്രിസ്ത്യാനി എന്ന് പറയാൻ ആർജവമുള്ള എത്ര പേരുണ്ടോ? വഴക്കുണ്ടാക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സഭകളൊക്കെ തന്നെ ഭിന്നിപ്പിക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഒരു ബൈബിളും ഉണ്ട്, അതിനകത്ത് ഒരുപാട് ഉപദേശമുണ്ട്. ആവശ്യമില്ല എടുത്തിട്ട് അലക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഭയപ്പെടുക. കാരണം ഞാൻ എടുക്കുന്നില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് ആടുകളുടെ കണക്ക് ആരോട് ചോദിക്കും? ആരോട് ചോദിക്കുന്നത്? ഇടയന്മാരോട്. ഇടയന്മാരൊക്കെ ഒരു പണിയല്ലേ? ഇടയന്മാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവം നോക്കിക്കോളും, ആടുകൾ നോക്കണ്ട. സംഭവം മനസ്സിലായോ? ദൈവം ആക്കി വെച്ച ഇടയനാണെങ്കിൽ ആ ഇടയനെ തൊട്ടാൽ അത് പൊള്ളും. ദൈവം ആക്കി വെച്ച ഇടയന്മാരുണ്ട്, മനുഷ്യരാക്കി വെച്ച ഇടയന്മാരുണ്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ രാജാവാരാ? ശൗല്. ഈ ശൗലിനെ തെരഞ്ഞെടുത്തതുപോലുള്ള ഇവിടെ ഇടയന്മാരെന്ന മൂപ്പന്മാര് സഭയ്ക്കകത്തുണ്ട്. ആമേൻ. അവരുകൊണ്ട് ദൈവം ആക്കി വെച്ചതുകൊണ്ട് സമൂഹൽ പ്രവാചകൻ അതിന് മുമ്പ് ഒത്തിരി വിഷമിച്ചു കേട്ടോ. പോട്ടെ, അതുപോലെ പല ദൈവദാസന്മാരും വിഷമിക്കുന്നുണ്ട് ഇന്ന്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അടുത്ത കാര്യം, എന്നെ മാനിക്കുന്നവന് ഞാനും മാനിക്കുന്നു. ഇനി 1 സമൂഹലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 30-ാമത്തെ വേദഭാഗം നോക്കിയേ. അവിടെ എന്താ പറഞ്ഞത്? പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ അതൊന്ന് വായിച്ചേ. 1 സമൂഹലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വേദഭാഗം. ഇവിടെ കണ്ട വേദഭാഗം കണ്ട ഒരു കുടുംബത്തെക്കുറിച്ച് പറയുന്നത്. അവിടെ പറയുന്നത് എന്താണെന്ന്? ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എൻ്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്ന നിശ്ചയം ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആകുകയില്ല. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവനെ ഞാൻ നിന്ദിതരാകും.
ന്യായപ്രമാണ പ്രകാരം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, രണ്ടുപേരെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ്? രണ്ടുപേരെ പ്രാർത്ഥിക്കാൻ പോയ കാര്യം അറിയാമല്ലോ. ഒരു പരീശനും ഒരു ചുങ്കക്കാരനും. പരീശൻ പ്രാർത്ഥിച്ച എങ്ങനെയാണ്? ന്യായപ്രമാണത്തിൽ നിന്നുകൊണ്ടാണ്. പക്ഷെ ദൈവത്തെ മാനിച്ചില്ല, ദൈവത്തെ അനുസരിച്ചില്ല. ചുങ്കക്കാരനോ പാപത്തിൽ നിന്നുകൊണ്ടാണ് ദൈവത്തെ മാനിച്ചു, ദൈവം അവനെയും മാനിച്ചു. എന്താ എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ പോലും കഴിയില്ല. എങ്കിലും അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് ഏത് നിമിഷവും അബ്ബാ പിതാവ് എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ കൃപാസന അടുക്കിലേക്ക് ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യം അവൻ കൃപയാൽ എനിക്ക് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുമ്പോൾ അത് ഞാൻ മാനിക്കുന്നില്ല എങ്കിൽ അപകടമാണ്. അതാണ് പറഞ്ഞത്. ഇനി അതിനോട് ബന്ധപ്പെട്ട് ഒരു വാക്യം കൂടെ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വേദഭാഗം. അവിടെയും സ്നേഹത്തെക്കുറിച്ച് കർത്താവ് പറയുന്നൊരു വേദഭാഗമാണ്. അതെ, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ. കർത്താവിനെ എങ്ങനെയാ പിതാവ് സ്നേഹിക്കാൻ? പിതാവ് എങ്ങനെയാണ് കർത്താവിനെ സ്നേഹിച്ചത്, പുത്രനെ സ്നേഹിച്ചത്? അങ്ങനെ സ്നേഹിക്കുവാണെങ്കിൽ ഈ കർത്താവിനെ കാൽവരി ക്രൂശിൽ മരിക്കാൻ വിടുവോ? പരിഹസിക്കപ്പെടുവാൻ വിടുവോ? പീലാത്തോസിൻ്റെ അകത്തളത്തിലേക്ക് 600 പടയാളികളാൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ഉപദ്രവിക്കപ്പെട്ട് ഒരു തെറ്റും ചെയ്യാത്ത, കെട്ടിയ കൈ വലിക്കാത്ത, ഹാമത്തിൽ ബന്ധിക്കപ്പെട്ട് അതിക്രൂരമായിട്ട് ഈ 600 പടയാളികളും ആ കർത്താവിനെ ക്രൂരമായി മർദ്ദിച്ച് തൻ്റെ അസ്ഥികളൊക്കെ കാണത്തക്ക വണ്ണം ഉപദ്രവിക്കപ്പെടുവോ? ഇത് നമുക്കും ഉണ്ടെന്നാണ് പറഞ്ഞത്. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അതേ സ്നേഹം ഞാൻ മറ്റുള്ളവർക്കും കൊടുക്കണം. കർത്താവ് നമ്മളെ കാണിച്ചിരിക്കുന്ന എല്ലാം മാതൃകാ ജീവിതമാണ്. അത് നാം ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം പരാജയമാണ്. ഇനി അടുത്ത രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ഞാൻ പോട്ടെ. എന്തുകൊണ്ടാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കേണ്ടത്? ഇത്രയും കാര്യം കർത്താവ് നമുക്ക് വേണ്ടി തന്ന അനുഗ്രഹങ്ങൾ, കുടുംബജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നാം പറഞ്ഞു. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് കർത്താവിനെ സ്നേഹിക്കേണ്ടതെന്ന് നോക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഞാൻ കർത്താവിനെ സ്നേഹിക്കേണ്ടത്? ഞാൻ എന്തുകൊണ്ടാണ് കർത്താവിനെ അനുസരിക്കേണ്ടത്? കർത്താവിൻ്റെ വഴികൾ നടക്കേണ്ടത്? നമ്മളെല്ലാവരും പല സ്ഥലങ്ങളിൽ പർച്ചേസിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരാണ് അല്ലേ? എല്ലാവരും മനുഷ്യരാണ്, അവർക്ക് പല പല ആവശ്യങ്ങളുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. പർച്ചേസിങ്ങിനൊക്കെ പോവില്ലയോ? പോവും. നല്ല നല്ല ഹോട്ടലിൽ പോവും, ആഹാരം കഴിക്കും, ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്. തെറ്റല്ല, ശരിയാണ്. പക്ഷേ ഞാൻ പോയിട്ട് വന്നിട്ട് അത് എത്ര പേരോട് പറയും? എത്ര പേരോട് പറയും? ആ ഹോട്ടലിൽ ആഹാരം അടിപൊളിയാ സുഹൃത്തെ, ആഹാരം കഴിക്കുന്ന അവിടെ പോയി കഴിക്കണം. പിന്നെ തുണിയെടുക്കാൻ പോകണമെങ്കിൽ ഇന്നടുത്ത് പോകണം. പിന്നെ അതുപോലെ നല്ല ഡോക്ടർ, നമ്മുടെ തിരുവനന്തപുരത്ത് ഒരുപാട് ഡോക്ടറുണ്ട്. ഞാനും പറഞ്ഞിട്ടുണ്ട് പലയിടത്തും. അനന്തപുരിയിൽ കൃഷ്ണകുമാർ എന്നൊരു കാർഡിയോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം എൻ്റെ അപ്പൻ്റെ ഹാർട്ടിൻ്റെ സർജറി ചെയ്ത നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം പറയോ ഇല്ലയോ? ഒന്ന് പറയും, സഹായിക്ക്, പറയും അല്ലേ? ഇത് പറയുമ്പോഴാണ് ഓപ്പോസിറ്റ് വരുന്നത് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ ദൈവത്തെ കർത്താവ് എന്നെ സ്നേഹിച്ചപ്പോൾ ഞാൻ ദൈവത്തെ എന്തുകൊണ്ട് സ്നേഹിക്കണം എന്നൊരു ചോദ്യം വരിക. ഞാൻ മരിച്ചു, എൻ്റെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-4 വേദഭാഗം. ഞാൻ ക്രിസ്തുവിൽ മരിച്ചു, എൻ്റെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്നെ ആരെയാണ് മറ്റുള്ളവർ കാണുന്നത്? എന്നിൽ കൂടെ ആരെയാണ് കാണുന്നത്? കർത്താവിനെ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? നിങ്ങളിൽ കൂടെ കർത്താവിനെ ആരെങ്കിലും കണ്ടറിഞ്ഞോ? ചിന്തിക്കുക. ഞാനിവിടെ ഭൂമി ജീവിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? പലപ്പോഴും നമ്മൾ പറയും, എന്തിനാടാ ഈ പ്രയോജനമില്ലാത്ത വൃക്ഷത്തെ ഇവിടെ കൊണ്ട് നട്ടിരിക്കുന്നത്, വെട്ടിക്കളയട്ടെ. കർത്താവും പറഞ്ഞു അങ്ങനെ, ഇല്ലയോ? അപ്പോൾ നമ്മളും പറയും, ഈ പ്രയോജനമില്ലാത്ത മനുഷ്യനെ എന്തിനാ അവിടെ നിലനിർത്തുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം ചിന്തിച്ചുണ്ടാവും മതി. അപ്പോൾ നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ഇവിടെ തമ്പ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. തമ്പ്യങ്ങളിൽ അറിയാമല്ലോ,
അല്ലേ? നമ്മുടെ സാബുവിൻ്റെയും ഷിബുവിൻ്റെയൊക്കെ പപ്പ. അദ്ദേഹം ഇവിടെ എന്താ ചെയ്തേ? ഞാനും പോയിട്ടുണ്ട് കേട്ടോ, ഇവിടെയൊക്കെ പലയിടത്തും പോയിട്ടുണ്ട്. എന്തെല്ലാം അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. തൻ്റെ ജോലിയോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ എല്ലാ വീടുകളിലും പോയി യേശുക്രിസ്തു മാത്രം സത്യദൈവം, നിത്യജീവൻ, അവനിലൂടെയല്ലാതെ പാപപരിഹാര മാർഗമില്ല, അവനിലൂടെയല്ലാതെ ആരും സ്വർഗത്തിലേക്ക് പോകുന്നില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, വാതിലുമാകുന്നു, എന്നിലൂടെയല്ല ആരും പിതാവിൻ്റെ അടുക്കൽ. ഇത് തീർച്ചയായിട്ടും തമ്പിങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് പ്രയാസപ്പെട്ടൊക്കെയാണ് പോയത്. ഇവിടുത്തെ കാര്യമാണ് ഈ ശരീരത്തിൽ. അപ്പോഴും ഞാൻ വന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നുന്നില്ല, ഒരു വിഷമവുമില്ല പുള്ളിക്ക്. മനസ്സിലായോ? ഇത് ഇന്നല്ലെങ്കിൽ നാളെ പോകും. നമ്മൾ പാട്ടൊക്കെ പാടുമല്ലോ, എൻ്റെ ശരീരം അഴുകിയാലും പുഴു തിന്നാലും ഒരു പ്രത്യാശയുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് പറയാൻ കാരണം ഞാനും ലോകത്തിൽ RSSകാരനും സുവിശേഷകാരനും കൂലിത്തല്ലും കൊട്ടേഷനും മദ്യം മയക്കുമ്പോഴും സകല വൃത്തികേടിലും ജീവിച്ച ഒരാളാണ്. ചെറിയ പ്രായം തൊട്ട് 14 വയസ്സ് തൊട്ട് ഇന്ന് 28 വർഷമായി യേശുക്രിസ്തുവിനെ കണ്ടെത്തിയിട്ട്. എന്നോട് സുവിശേഷം പറയാൻ വന്ന സുവിശേഷന് വീട്ടിൽ കയറി അടിക്കാൻ പോയ ഒരാളാണ്. അപ്പോൾ ഇന്ന് ഈ കർത്താവിനെ പറയാതെ ഒരു ദിവസം ജീവിക്കാൻ പറ്റത്തില്ല. പോകുന്ന സ്ഥലത്തെല്ലാം കാണുന്നവരോടൊക്കെ എൻ്റെ കർത്താവിന് പറയാൻ പറയുന്നതൊക്കെ സൗകര്യമായിട്ട് പറയും. അതുമാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ കൂടെയും ദിവസം ഒരാഴ്ച 2000-3000 പേരോട് സുവിശേഷം പറയാനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട്. കാരണം ഏത് വിധത്തിലും ഈ കർത്താവിനെ അറിയിക്കണം. അങ്ങനെ ഒരു കുടുംബം, കുഞ്ഞുങ്ങൾ എനിക്ക് ദാനമാ ദൈവം തന്നു. ഒരു മരുമകനും തന്നു. മരുമകനല്ല, മോന. നമ്മളെ അനുസരിച്ച് നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിലും നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ മരിച്ചു, എൻ്റെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തിന് മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. മനസ്സിലാക്കണം. രണ്ടാമത്, സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നത് കൊണ്ട്. Efesiയർ 2:7. എന്തുകൊണ്ടാണ് ഞാൻ സ്നേഹിക്കുന്നത്? ഞാനിപ്പോൾ എവിടെ ഇരിക്കുക? ഒന്ന് വായിച്ചു നോക്കുക. Efesiയർ 2:7. പെട്ടെന്നാവട്ടെ. എന്നെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു, അതോടൊപ്പം ഞാൻ ഇവിടെയാണ്. വായിച്ചോ. അതെ, ഇവിടെ നമ്മൾ കണ്ട് സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു 2:7. അതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. കാരണം എന്നെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നെങ്കിൽ ഞാനിപ്പോൾ മാനുഷികമായി ദൈവത്തിൻ്റെ മന്ദിരമായിട്ട് ഈ ഭൂമിയിൽ ഞാൻ വ്യക്തിപരമായി ജീവിക്കുന്നു. എൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ ഇരിക്കുന്ന, അതോടൊപ്പം സ്വർഗത്തിലും ഞാൻ ഇരുത്തി മുദ്രയിട്ട് എന്നെ എടുത്തിരിക്കുക. ഞാൻ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിവസമുണ്ട്, കർത്താവിൻ്റെ സന്നിധിയിൽ എത്തപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഇവിടെ നമുക്ക് ഒരു വേദഭാഗം എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ. എബ്രായലേഖനം 12:14 വേദഭാഗം എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? എല്ലാവരോടും സമാധാനം ആചരിക്കണം. 2, ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം. ആരുത്സാഹിക്കണം? എനിക്ക് വേണ്ടി നിങ്ങൾ ഉത്സാഹിക്കണോ? എനിക്ക് വേണ്ടി നിങ്ങൾ ഉത്സാഹിക്കണോ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉത്സാഹിക്കണോ? എനിക്ക് വേണ്ടി ഞാൻ ഉത്സാഹിക്കണോ? ശുദ്ധീകരണം എല്ലാവരോടും, സഭാവിശ്വാസികളോടല്ല, ലോകത്തിലെ എല്ലാ മനുഷ്യരോടും സമാധാനം ആചരിക്കണം. ക്രിസ്തുവിൻ്റെ സമാധാനം. കർത്താവ് പറഞ്ഞ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരും പോലെയല്ല. ആ സമാധാനം മനുഷ്യരുടെ മുമ്പിൽ വെളിപ്പെടുത്തണം. എന്നിട്ട് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം. നമ്മളെ അശുദ്ധനാക്കാൻ ലോകം ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അപ്പോഴും സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. അവൻ അലർന്ന സിംഹം പോലെ ലോകരുടെ പുറയിലല്ല, പിന്നെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ പുറയിലുണ്ട്. അവൻ നിങ്ങളെ അശുദ്ധനാക്കി ദൈവത്തിന് അകറ്റാൻ ശ്രമിക്കുന്നതോറും അവൻ്റെ തന്ത്രങ്ങളെ അറിഞ്ഞുകൊണ്ട് ഈ കർത്താവിനെ ചേർന്ന് നിൽക്കുവാൻ, ശുദ്ധീകരിക്കപ്പെടുവാൻ ഉത്സാഹിക്കണം. 3 നിങ്ങൾ വേണമെങ്കിൽ വായിച്ചു നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമാണ്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 12:14. 3 എന്താ പറഞ്ഞത്? ശുദ്ധീകരണം കൂടാതെ ആരും. ഇനി നിങ്ങൾ പറ, നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നു. ശുദ്ധീകരണം കൂടാതെ ആരും. ഞാൻ പറഞ്ഞ വാക്കല്ല, എബ്രായലേഖനക്കാരൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നതാണ്. ശുദ്ധീകരണം കൂടാതെ ഒരുത്തൻ പോലും കർത്താവിനെ കാണുകയില്ല. എല്ലാവരും പറയും സ്വർഗത്തിൽ പോകും, സ്വർഗത്തിൽ പോകും. അവിടെ ഇരിക്കട്ടെ.
ഇവിടെ പറഞ്ഞെന്താ? ശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണുകയില്ലെന്നാ. അപ്പോൾ സ്വർഗത്തിൽ പോവോ? ആദ്യം സ്വർഗത്തിൽ പോകണോ? ആദ്യം കർത്താവിനെ കാണണോ? പറ. സംശയമുണ്ടല്ലേ? 1 തെസ്സലോനിക്കർ ലേഖനം 4-ാം അധ്യായത്തിൽ നമുക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത് എന്താണ്? കർത്താവ് താൻ പ്രധാന ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടി കാഹളത്തോടും കൂടി എന്ത് ചെയ്യും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. പിന്നെ ക്രിസ്തുവിൽ മരിച്ചവർ. അപ്പൊ എന്ത് വേണം? ക്രിസ്തുവിൽ മരിക്കണം. എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ ജീവിക്കണം. ക്രിസ്തുവിൽ ജീവിക്കണം. വിശുദ്ധീകരണത്തിൽ ജീവിക്കണം. പിന്നെ ക്രിസ്തുവിൽ മരിച്ചവർ മുഴുവൻ, പിന്നെ ക്രിസ്തുവിൽ ജീവിക്കുന്നവർ ഇരുവരും രൂപാന്തരപ്പെട്ട് മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്നത്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. എവിടെ വന്നു? ഭൂമിയിൽ വന്നില്ല. മധ്യാകാശത്ത് ഇസഹാക്കിന്റെ കല്യാണം. ഇസഹാക്കിന്റെ ഭാര്യ വെളിമ്പ്രദേശത്ത് വന്നു. ഇസഹാക്കും അപ്പനെ വിട്ട് ഭൂമിയുടെ പകുതിക്ക് വന്നു. ഇരുവരും അവിടെ നിന്ന് വിവാഹം കഴിച്ച് പോയതുപോലെ ഈ കർത്താവ് സ്വർഗം വിട്ട് മധ്യാകാശത്ത് വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവൻ, ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അവിടുന്ന് കർത്താവാണ് എന്ത് ചെയ്യുന്നത്? താൻ എവിടുന്ന് ഇറങ്ങി വന്നേ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം എടുക്കണ്ട. 1-ാമത്തെ വാക്യം തുടർന്ന് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോവുക. എൻ്റെ പിതാവിൻ്റെ തന്നെ അനേകം വാസസ്ഥലമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു. പിന്നെ ഞാൻ ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് നിങ്ങളെയും ചേർത്ത് കൊള്ളേണ്ടതിന് വീണ്ടും വരും. എവിടെ വരും? ആറാമടെ വരത്തില്ല. ആറാമടെ വരത്തില്ല. അങ്ങനെ ആരും പ്രതീക്ഷിക്കരുത്. അവൻ മധ്യാകാശത്ത് വരും. അപ്പോഴാണ് ഈ സംഭവിക്കുന്നത്. ആര്? ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കുന്നവർ ശുദ്ധീകരണത്താൽ ദൈവത്തെ കാണാൻ മേഘങ്ങളിൽ ചെല്ലും. എന്നിട്ട് പറയാം നമുക്ക് സ്വർഗത്തിൽ പോകണോ പോകണോ, ഞാൻ പോകത്തില്ലെന്നുള്ളത്. ആദ്യം കർത്താവിനെ കാണാൻ എന്ത് ചെയ്യണം? ഉത്സാഹിക്കണം. കർത്താവാണ് നമ്മളെ കൊണ്ടുവന്നത്. ഇപ്പം ഞാനൊരു വിവാഹം കഴിച്ച്, ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ ഭാര്യ വീട്ടിൽ വന്നായിരുന്നോ? ഞാൻ എൻ്റെ ഭാര്യയുടെ വീട്ടിൽ പോയി ഭാര്യയെ കണ്ടു. ഞങ്ങൾ ഇഷ്ടപ്പെട്ട് കല്യാണം ഉറപ്പിച്ചു. പിന്നെ കല്യാണം കഴിച്ച് ആഡിറ്റോറിയത്തിൽ നിന്ന് ഞാൻ പുള്ളിക്കാരി എൻ്റെ വീട്ടിലിട്ട് കൊണ്ടുവരിക ചെയ്തത്. ആണോ അല്ലയോ? അതെ. ഇതേപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കാര്യസ്ഥൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു. ആദ്യം അവൻ വന്നു, രണ്ടാമത് പരിശുദ്ധാത്മാവിനെ അയച്ചു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും എന്നോട് ബോധ്യപ്പെടുത്തി. അങ്ങനെ അവൻ്റെ രക്തത്താൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഇനി അവൻ വിവാഹം കഴിക്കാൻ വരും. വിവാഹം കഴിക്കാൻ വരുമ്പോൾ അപ്പനാണ് ഈ അപ്പൻ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അതിന് മുമ്പ് അതുവരയ്ക്കും ഇവിടെ ആരും സ്വർഗത്തെക്കുറിച്ച് പ്രസംഗിക്കല്ലേ. സ്വർഗത്തിലെ തങ്കമാണ്, പിന്നെ വൈരമാണ്, ഇതൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല, കണ്ടില്ല. യോഹന്നാൻ അപ്പോസ്തലന് ദൈവം ചിലത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കാണും. എൻ്റെ കർത്താവിനെ കണ്ടിട്ട് കർത്താവ് കൊണ്ടുപോകുമ്പോഴേ എനിക്ക് അത് വീട് കാണാൻ പറ്റത്തുള്ളൂ. അതുവരെ അങ്ങനെ ഇരുന്നോട്ടെ. ഞാൻ അതിൽ സന്തോഷിക്കുന്നില്ല. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ പോകുന്നിടത്തൊക്കെ ഞാൻ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ അഭിമാനം. അതാണ് എനിക്കുള്ള സന്തോഷം. ലോകമനുഷ്യർ എന്നെ പരിഹസിക്കും, സോഷ്യൽ മീഡിയ കൂടെ എന്നെ ചീത്ത വിളിക്കും, ഒക്കെ ഉണ്ടാവും. അതൊക്കെ സാരമില്ല. ഒരു ദിവസം ഞാൻ എൻ്റെ അപ്പനെ കാണും, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ കാണും. അതിനായി ഞാൻ കാത്തിരിക്കുകയാണ്. എൻ്റെ വാക്യങ്ങൾ നിർത്തണമല്ലോ. പിന്നെ നമുക്ക് വേറെ ഒരു ഭാഗം കൂടെ കാണുന്നത് റോമാലേഖനം 6:2-4 വരെ, പാപസംബന്ധമായി മരിച്ചവരാ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പാപത്തിനു മരിച്ചു, ക്രിസ്തുവിൽ ജീവിക്കുന്ന ഞാൻ ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? എന്നാൽ നമ്മളൊക്കെ എത്രയോ പാപങ്ങൾ ദൈവം ക്ഷമിക്കുമെന്ന് പറഞ്ഞു. 1 യോഹന്നാൻ 2-ാം അധ്യായം എടുത്ത് വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ശരിയാണ്, പലപ്പോഴും നമ്മൾ അറിയാതെ സംഭവിച്ചു പോകുന്ന കർത്താവിനോട് ഏറ്റു പറയുമ്പോൾ ദൈവം നമ്മളെ ക്ഷമിക്കും. പക്ഷേ ശരീരത്തിൽ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റും. സ്വർഗത്തിൽ പോകും ഉറപ്പാണ്. പക്ഷേ പ്രതിഫലങ്ങൾക്ക് വ്യത്യാസം വരും എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ അതിൻ്റെ 8-ാമത്തെ വേദഭാഗം 6:8 കാണുന്നത്, നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ, എന്താ വായിക്കുന്നത്? നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ ജീവിക്കും. ക്രിസ്തുവിനോടുകൂടി മരിച്ചെങ്കിലേ ജീവിക്കുള്ളൂ. മരിച്ചു എന്ന് എങ്ങനെ അറിയാൻ പറ്റും? കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. മരിച്ചോ ഇല്ലയോ? മരിച്ചു. എങ്ങനെ സ്ഥിരീകരിച്ചു മരണം എങ്ങനെ സ്ഥിരീകരിച്ചേ? കുന്തം കൊണ്ട് പുലാപ്പുറത്ത് കുത്തി. അപ്പോഴെന്താ സംഭവിച്ചത്? അതല്ല. കർത്താവ് പെടഞ്ഞോ? ഇല്ല. എന്നെന്താ കുത്തിയെന്ന് ചോദിച്ചോ? ഇല്ല. ഇതുപോലെയാണ് ക്രിസ്തുവിൽ
മരിച്ചവൻ ലോകപരമായിരിക്കുന്ന പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ പ്രതികരിക്കുന്നവനാണെങ്കിൽ അവൻ്റെ മരണത്തെ, അവൻ്റെ രക്ഷയെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തുവിൽ മരിച്ചുവെങ്കിൽ നിശ്ചയമായിട്ടും ജീവിക്കും. 1-2 ഭേദഭാഗം ഞാൻ പറഞ്ഞു പോകട്ടെ. നിശ്ചയമായി ജീവിക്കുന്നു. ഗലാത്യ ലേഖനം 2-20 വാക്യം എന്താ പറയുന്നത്? ഇപ്പോൾ ഞാൻ ആരാണെന്നുള്ളൊരു ഐഡന്റിഫൈ ഒന്ന് വായിച്ച്, വേദത്തിൽ ഒന്ന് വായിച്ച്. ഗലാത്യ ലേഖനം 2 അതിൻ്റെ 20 വേദഭാഗം. ഞാൻ ക്രിസ്തുവോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്തെ അത്രേ ജീവിക്കുന്നത്. മതി. ഇവിടെ കണ്ടത്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ആണോ? പറ, നിങ്ങൾ തന്നെ പറ. ഇപ്പോൾ ജീവിക്കുന്നത് ഞാനാണോ ക്രിസ്തു ആണോ? ഓഹോ, നിങ്ങൾ 6 മടയുള്ള സഹോദരന്മാർ അന്യോന്യം നാളെ മറ്റന്നാൾ കാണുമല്ലോ. അപ്പോൾ ഇത് ഓർമ്മയിരിക്കണം, അന്യോന്യം കാണുന്നത്. അപ്പോൾ എൻ്റെ നടപ്പിൽ പ്രവൃത്തിയിലൊക്കെ ഞാൻ ക്രിസ്തു മരിക്കുകയാണെന്ന്, ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഹോദരന്മാർ അന്യോന്യം ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ സ്നേഹിക്കപ്പെട്ട് പ്രവർത്തിക്കപ്പെട്ട് എല്ലാം ഒരുമനപ്പെട്ട് ഒന്നെന്ന് കണ്ട് ജീവിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടതാണ്, ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താൽ അത്രേ. ആ വിശ്വാസമാണ് എന്നെ നിൽക്കുന്നത്. ഇനി 1 കൊരിന്ത്യർ 13 അവസാനം വരുമ്പോൾ എന്ത് പറയുന്നത്? വിശ്വാസം പ്രത്യാശയത്തിന് നിലനിൽക്കുന്നതോ? അത് മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഇവിടെ കളഞ്ഞിട്ട് പോവാം. വിശ്വാസം ഇപ്പോൾ നിൽക്കുന്ന വിശ്വാസവും പ്രത്യാശയിലുമാണ്. ഇതിപ്പോൾ ഇവിടെ ഉപേക്ഷിക്കാൻ പോവുക. ഉടനെ ഉണ്ട്. അതിൻ്റെ അടയാളമെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ക്ഷാമങ്ങളെല്ലാം അതിക്രൂരമായിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളുടെ വില കയറുകയാണ്. പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ലോകമെല്ലാം യുദ്ധത്തിൻ്റെ അവസ്ഥയിലാണ്. യുദ്ധശ്രുതികളാണ്. ജനനഷ്ടങ്ങൾ ദിനംപ്രതി മരിക്കുവാണ്. സമാധാനമെല്ലാം ഓടുവാണ്. ഇന്ത്യ എന്ന രാജ്യത്തിൽ ഭവനരഹിതരായി ആഹാരമില്ലാതെ കുഞ്ഞു കുട്ടികളെ കൊണ്ട് പലരും പലായനം ചെയ്യുന്നു. എവിടെ? അന്യരാജ്യത്തല്ല, സ്വന്തം രാജ്യത്ത്. നമ്മുടെ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും പലയിടത്തും സുവിശേഷകരെ തടഞ്ഞു നിർത്തി ഉപദ്രവിക്കുന്ന കാലഘട്ടങ്ങൾ. ഇതൊക്കെ കാണുമ്പോൾ എന്ത് വിചാരിക്കണം എന്ന് പറഞ്ഞേ? അവൻ പടിവാതിക്കൽ എത്തി നിൽക്കുന്നുവെന്ന് ചിന്തിച്ചു കൊള്ളുക. ഞാൻ പറഞ്ഞത് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. 1 പത്രോസ് 2:9 അവസാനത്തെ ഒരു വേദഭാഗം ഒന്ന് വായിച്ചു. 1 പത്രോസ് 2:9 വേദഭാഗം എന്താണ് ഇവിടെ പറയുന്നത്? 2:9 ഇവിടെ കണ്ടെന്ന്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്ക വിധം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. എന്നിട്ട് എന്തോ സൽഗുണങ്ങളെ ഘോഷിക്കാത്ത എത്ര പേര് ഘോഷിച്ചു എന്ന് വെച്ചാൽ, സഭാഹോളിൽ വന്ന് പാട്ട് പാടുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് ചെയ്ത ഉപകാരങ്ങളൊക്കെ ഞാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ ജീവിച്ച് കാണിക്കണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ ദൈവം എത്രത്തോളം സ്നേഹിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നത്. ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തെ നാം വാർത്തെടുക്കുക. ഇന്ന് പലരോടും ചോദിക്കുന്ന ചോദ്യമുണ്ട്, മക്കളെവിടെ? മരുമക്കളെവിടെ? അപ്പനെവിടെ? അമ്മയെവിടെ? അപ്പച്ചനെവിടെ? വല്യമ്മച്ചി എവിടെ? അനാഥാലയത്തിൽ. ശരിയാണോ അല്ലയോ? മക്കളെവിടെ? മരുമക്കളെവിടെ? അപ്പനോട് ചോദിക്കും മക്കളെവിടെ? എനിക്കറിയത്തില്ല. അതാണോ മറുപടി? എന്തുകൊണ്ടാണ് അറിയാൻ വയ്യാത്ത? എൻ്റെ കയ്യിലിരിപ്പ്. ഞാൻ എൻ്റെ മക്കളെ വളർത്തേണ്ടതുപോലെ വടിയോടുകൂടി ബാലശിക്ഷയിൽ വളർത്താഞ്ഞതിൻ്റെ പേരിൽ പാക്കാണെങ്കിൽ മടി വെക്കാം, മരമായാലോ? പാക്കാണെങ്കിൽ മടി വെക്കാം, മരമായാലോ? മരമാകുന്നത് പറ. അയ്യോ എൻ്റെ മക്കളല്ലയോ, ഒന്നും പറയരുത്. അവൻ ചോദിക്കുന്നതും പറയുന്നതും എല്ലാം കൊടുക്കുക. അവസാനം കിട്ടത്തില്ല. അതുകൊണ്ട് മക്കളെവിടെ? അറിയില്ല, നശിച്ചു. മരുമക്കളെവിടെ? വല്ലവരും കൂടെ പോയി. അമ്മയെവിടെ? അനാഥാലയത്തിൽ. അപ്പനെവിടെ? അനാഥാലയത്തിൽ. ഒരു സ്ഥിരതയുമില്ല. പേര് ബ്രദറുകാരൻ അല്ലെങ്കിൽ ദൈവമക്കൾ. അതല്ല കുടുംബജീവിതം. കുടുംബജീവിതം അതല്ല. ഇവിടെ പറയുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ആണോ? പരിശ്രമിക്കുക.
ഇനിയും സമയമുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ മൂക്കിൽ നിന്ന് ജീവശ്വാസം പോകുന്നത് വരെ സമയമുണ്ട്, എപ്പോഴുണ്ട്. അത് എപ്പോൾ പോകുമെന്ന് പറയാൻ പറ്റില്ല. പോയി കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചിട്ട് കാര്യമില്ല. പിന്നെ ധനവാൻ യാതനാ സ്ഥലത്ത് പോയിട്ട് വിളിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടാവും? ഒന്നുമില്ല. ഇപ്പോഴിവിടെ മനം തിരിവ്, ഇപ്പോഴിവിടെ ഇപ്പോഴാണ് രക്ഷാ ദിവസം, ഇപ്പോഴാണ് സുപ്രധാന കാലം. നാളെ നടക്കത്തില്ല. ഇപ്പോൾ ആ കാര്യങ്ങൾ വ്യക്തമാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഓർക്കുക, നിന്റെ കൈകളുടെ അധ്വാന ഫലം അതൊന്ന് പറഞ്ഞോട്ടെ, നീ തിന്നാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കൈകളുടെ അധ്വാന ഫലം എത്ര പേർ തിന്നുന്നുണ്ട്? ബാങ്കിൽ ഇഷ്ടം പോലുണ്ട്. ദൈവത്തിനോട് കൊണ്ട് സമയം അപകരിച്ച് ഓവർ ടൈം ചെയ്ത് ഞാൻ ചെയ്തിട്ടില്ല, ചോദിച്ചു നോക്ക്. ഓവർ ടൈം ചെയ്ത് സഭായോഗം ഉപേക്ഷിച്ചു, പഠനം ഉപേക്ഷിച്ചു, സുവിശേഷ പ്രവർത്തനം ഉപേക്ഷിച്ചു, ഇഷ്ടംപോലെ കാശുണ്ടാക്കി, ബാങ്ക് ബാലൻസ് കൂട്ടി, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാം, സുവിശേഷം പറയാമെന്നൊക്കെ വിചാരിച്ചു, ജീവിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അപ്പോഴത്തേക്ക് പുള്ളി റിട്ടയറായി. നിങ്ങളല്ല കേട്ടോ, റിട്ടയറായി. ഒടുവിൽ ഷുഗറായി, പ്രഷറായി, കൊളസ്ട്രോളായി. ഡോക്ടർ പറഞ്ഞ് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇന്നത് തിന്നാൻ പാടും. ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക് അതും കഴിക്കണം. എൻ്റെ അമ്മ മരിച്ചുപോയി 2 വർഷമായി. അമ്മയ്ക്കാണെങ്കിൽ എല്ലാവരും ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞു എന്തായാലും ഞാൻ ഇന്ന് പോകും, ഇന്നലെ നാളെ പോകും. കർത്താവിനെടുക്കും, തിന്നു കഴിക്കും. അമ്മ തിന്നും. അമ്മയ്ക്കെല്ലാം കൊടുക്കും. അമ്മ പറഞ്ഞുകൊണ്ട് പോയി. എൻ്റെ കയ്യിൽ നിന്ന് കണ്ടുമുമ്പിലാണ് പോയത്. ഓക്കെ, തിന്നാൻ പറ്റും എന്ന് പറഞ്ഞാലും നമുക്ക് ആഗ്രഹമുണ്ട്, തിന്നാൻ കഴിയുന്നില്ല. എൻ്റെ അധ്വാന ഫലം ഞാൻ ഒരുപാട് കാലം തിന്നു കുടിച്ച് ജീവിക്കാമെന്ന് ആഗ്രഹിച്ചു, സാധിച്ചോ? അതിനുവേണ്ടി രാപകലില്ലാതെ സാധിക്കുന്നുണ്ടോ? ജോലി ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞ അവനവൻ്റെ അധ്വാനം വേർപുകൊണ്ട് ജീവിക്കണം. ഒന്നാമത്തെ മനുഷ്യനോട് കൊടുത്ത കൽപ്പനയാണ്. നമ്മളും അധ്വാനിച്ചെന്ന് ജീവിക്കണം, വല്ലവൻ്റെ പണം കൊണ്ട് ജീവിക്കരുത്. പക്ഷേ അത് നാളേക്ക് കൂട്ടി വെക്കരുത്. പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ച് അറിയാമല്ലോ. ചിലർ നാളേക്ക് കരുതി വെച്ചു. അപ്പം പിന്നെന്താ സംഭവിച്ചേ? തിന്നാൻ പറ്റിയോ? അതുപോലെയാണ് അവനേഹരുടെ പണം ഇന്ന് ലോക്കറിലും ബാങ്ക് ഡിപ്പോസിറ്റിലും കിടക്കുവാണ്. അവസാനം അനുഭവിക്കാൻ കഴിയാതെ മക്കളും മരുമക്കളും ഒന്നും ഇല്ലാതെ മരിച്ചു പോകും. ആ സർക്കാർ തിരുത്തി കണ്ടുകിട്ടും, ഇല്ലെങ്കിൽ കള്ളന്മാർ കൊണ്ടുപോകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, നിൻ്റെ നിക്ഷേപം എവിടെ ഇരിക്കുമോ അവിടെ ഇരിക്കും നിൻ്റെ ഹൃദയം. അപ്പോൾ ആ നിക്ഷേപം നേരത്തെ സ്വർഗത്തിൽ സ്വരൂപിച്ച് വെച്ചാൽ സമാധാനത്തോടെ മരിക്കാം. ഇവിടെ ഉള്ളതിനെ കുറിച്ചിട്ട് ഭാരപ്പെടേണ്ട. അയ്യോ, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ പണം, എൻ്റെ സ്വത്ത് ആര് നോക്കും എന്നെ ചൊല്ലി വിചാരപ്പെടേണ്ട ആവശ്യമില്ല. പ്രിയ ദൈവമക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.